ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കപ്പ വെച്ചിട്ടൊരു ഡിഷാണ്, ഒരു ഉപ്പേരിയാണ്. അപ്പോൾ അതിന് വേണ്ട കപ്പ നമ്മൾ കുക്കറിലിട്ടു. എന്നിട്ട് നമ്മൾ അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ഒരു മുടി തേങ്ങ ചിരവണം. അതേപോലെ ഒരു പച്ചമുളക് 2ആയിട്ട് അരിയണം. ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ച് വെക്കണം. കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ കപ്പ ഈ സമയം കൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേവിക്കേണ്ടത്. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇപ്പം നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു സ്പൂണ് എന്നുള്ള അളവിൽ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാറ്റി വെച്ച തേങ്ങ, കറിവേപ്പില, ഇഞ്ചി ചതച്ചത്, പിന്നെ പച്ചമുളക്, ഇതൊക്കെ നമ്മളിതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മൾ തേങ്ങ ആഡ് ചെയ്താൽ മതിയാക്കും. അപ്പം ഇത് നമ്മൾ നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇവിടെ മുഴുവനായിട്ടും ആഡ് ചെയ്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കുക, കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് ഇവിടെ മിക്സായി വരുമ്പം നമ്മളുടെ കപ്പ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കപ്പ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ഇനി നമ്മളിത് ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താലേ ഈ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പം ശ്രദ്ധിക്കണം, കപ്പ ആഡ് ചെയ്യുമ്പോൾ നന്നായി മിക്സ് ചെയ്യണം, എന്നാലേ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുള്ളൂ. അപ്പം താങ്ക് യു. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.